ഹൈ പരാസ്, വെൽക്കം ബാക്ക് ടു മായപ്പറ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നത് എങ്ങനെയാണ് അമേരിക്കയിൽ ഒരു വീട് മേടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി 20% ഡൗൺ പേയ്മെന്റ് ഇടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ആ വീടിന്റെ 20-30% എങ്കിലും സേവിങ്സ് നിങ്ങൾക്ക് കാണണം. 20% ഡൗൺ പേയ്മെന്റ് ഇടുവാണെങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബാങ്കുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും ലോൺ തരാൻ. അത് മാത്രമല്ല, നമുക്ക് PMI എന്ന് പറഞ്ഞൊരു അഡീഷണൽ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം. PMI എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി മോർഗേജ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാസം കൊടുക്കുന്നതിൻ്റെ അകത്ത് ഒരു $100-200-300 അഡീഷണൽ കൊടുക്കണം. ബേസിക്കലി അത് നമ്മുടെ മോർഗേജ് തരുന്ന ആളുമായിട്ട് ഒരു ഇൻഷുറൻസ് ആണ്. അവർക്ക് ഇൻ കേസ് നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ ദ എക്സ്പെൻസസ് ഫോർ ദ മോർഗേജ് ബിഫോർ ക്ലോസ് ഓൺ യുവർ ഹോം. സോ നിങ്ങൾക്ക് 20% മോർ ഇടുവാണെങ്കിൽ ആ ഒരു അഡീഷണൽ പേയ്മെന്റ് വരുന്നില്ല. ആ ഒരു 20% സേവ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വെളിയിൽ പോയി കഴിക്കുവാണെങ്കിൽ ഐ കനോട്ട് സ്പെൻഡ് മോർ ദാൻ ദിസ് മച്ച് മണി എ ഹോൾ മന്ത് ഫോർ ഗോയിങ് ഔട്ട്. നമ്മൾ കുറച്ച് കോംപ്രമൈസസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാലേ നമുക്ക് ആ ഒരു പൈസ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു കപ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ സെയിം ഗോൾ ആയിരിക്കണം നിങ്ങളുടെ പാർട്ട്ണറും ഉള്ളത്. അപ്പോൾ തുടക്കം തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ പൈസ സേവ് ചെയ്യുന്നത്. കാരണം ചില സമയത്ത് ആൾക്കാർക്കുള്ള ഒരു ചിന്തയാണ്, ഞാൻ എന്തായാലും ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഞാൻ മരിക്കും, അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പോൾ ഞാൻ മരിക്കും, എന്തിനാണ് ഇങ്ങനെ സേവ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന മിക്കവാറും ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആണെങ്കിൽ വേറൊരാളുമായിട്ട് കൈ നീട്ടണം. ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും സേവ് ചെയ്യേണ്ടത് എന്ന് ആ ഒരു മെന്റാലിറ്റി എപ്പോഴും എനിക്കുള്ളത്. അതെന്റെ പപ്പ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവളെ അത് പഠിപ്പിച്ചൊരു കാര്യം അല്ലേ. അപ്പൊ ഞങ്ങൾ രണ്ടും ഒരു കളക്റ്റീവായിട്ടൊരു എടുത്ത തീരുമാനമാണ്, നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സ്പെൻഡ് ചെയ്യത്തില്ല. അതുമല്ല, ഇവൾ ഇപ്പം ഗ്രാജുവേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇവൾക്ക് കുറെ അങ്ങനെ വ്യക്തമായിട്ട് കുറെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീടെടുത്തപ്പോൾ എന്റെ പേരിൽ മാത്രമാണ് ഒരു മോർഗേജ് എടുത്തത്. നമുക്ക് അതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ, അതായത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഒരാളുടെ പേര് മോർഗേജ് എടുക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ഫർണിച്ചർ മേടിക്കാനോ അല്ലെ അപ്ലയൻസ് മേടിക്കാനോ വേറൊരു ക്രെഡിറ്റിന് വേണേൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അവിടെ വരുന്നൊരു ബെനിഫിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇൻകം കുറവായിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ പൈസ കിട്ടും. സോ ഒരു $400,000 അല്ലെങ്കിൽ $500,000 വീട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ മേ ബി 400 കിട്ടത്തുള്ളായിരിക്കും, രണ്ടുപേരുള്ളപ്പോൾ മേ ബി 600 കിട്ടുമായിരിക്കാം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു കപ്പിൾസ് ടൈപ്പ് ആയിട്ടുള്ള മോർഗേജ് എടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യമാണ്, 20% ഡൗൺ പേയ്മെന്റ് മാത്രമല്ല, നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളെ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഇൻകത്തിൽ നിന്ന് ഒരാളുടെ ജോലി പോവുകയാണെങ്കിൽ മറ്റൊരാളുടെ ജോലി കൊണ്ട് മാത്രം വീടിന്റെ പേയ്മെന്റ്സ് എല്ലാം പോകണം. അതായത് യൂട്ടിലിറ്റീസ്, മോർഗേജ്, പ്രോപ്പർട്ടി ടാക്സ്, ഹോം ഇൻഷുറൻസ്. നമ്മൾ മോർഗേജ് മാത്രമല്ല ഇതിൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറയാൻ, കുറെ എക്സ്പെൻസുകൾ അഡീഷണൽ ആയിട്ട് വരും. കൊക്കിന് ഒതുങ്ങാത്ത ഒരു വീട് മേടിക്കരുതെന്ന് ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യൻസിന് പൊതുവെ ഒരു ഇതുണ്ട്, ലൈക്ക് വലിയ വീടായിരിക്കണം. അതൊരു ആഗ്രഹമാണ്, നമ്മുടെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്, വലിയ വീടായിരിക്കണം, നല്ല ലൗഡ് ആയിരിക്കണം. അപ്പൊ അതിനൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടെ എക്സ്പെൻസ് ആയിരിക്കണം. അപ്പൊ ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ എനിക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. സോ അതാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫൈനാൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ മെയിൻലി നോക്കേണ്ട എല്ലാം ആക്സസിബിൾ ആയിട്ടുണ്ടെന്ന്. സ്കൂളും നല്ല സ്കൂളായിരിക്കണം. പിന്നെ എന്തെങ്കിലും ഇപ്പം എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും അടുത്തുണ്ടോ എന്ന് നോക്കണം. കടകളൊക്കെ അടുത്തുണ്ടോ, അല്ലെങ്കിൽ കുറേ ദൂരം പോകണോ, അങ്ങനെയൊക്കെ നോക്കണം. അതെ, ഗ്രോസറി സ്റ്റോർസ്, അങ്ങനെ എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാൻ അടുത്തൊരു ഹോസ്പിറ്റൽ, അങ്ങനത്തെ കുറേ അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ വീട് മേടിക്കുമ്പോൾ. അത് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളുടെ പിള്ളേർ ഓൾറെഡി ആഫ്റ്റർ ഹൈസ്കൂൾ, കാരണം ലൈക്ക് elementary, middle school and high school is where school is really important. Otherwise, നിങ്ങൾക്കിപ്പോൾ കോളേജ് പിള്ളേരാണെങ്കിൽ it doesn't really matter. അപ്പം if school doesn't matter to you, നിങ്ങൾക്ക് നല്ലൊരു വീട് വേറെ ഒരു ഇച്ചിരിയും കൂടി ഉള്ളിലോട്ടുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നല്ലൊരു വീട് കിട്ടും. അപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേറെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി ഡ്രൈവ് റൗണ്ട് ചെയ്യുക. ഓരോ നെയ്ബർഹുഡിലും ഡ്രൈവ് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ആ ഒരു ഏരിയയിലെ വീടുകളും അവിടുത്തെ നെയ്ബേഴ്സും എങ്ങനെയായിരിക്കും ഒരു ഐഡിയ കിട്ടും. നമ്മൾ മാക്സിമം നോക്കേണ്ടത്, ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു മിക്സ്ഡ് നെയ്ബർഹുഡാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ വേണ്ടിയത് മോർഗേജ് ബ്രോക്കറെയാണ്. മോർഗേജ് ബ്രോക്കർ ബേസിക്കലി എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ ബേസിക്കലി നമുക്ക് വേണ്ടി നമ്മുടെ ഇൻഫർമേഷൻ ഉപയോഗിച്ച് കുറേ ബാങ്കുമായിട്ട് എൻക്വയറി ചെയ്യും. എത്രത്തോളം പെർസെൻറ്റേജ് ആണ് അവർക്ക് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, വിത്ത് ഇൻകം, വിത്ത് ക്രെഡിറ്റ് സ്കോർ ആൻഡ് എവറിത്തിങ് എൽസ്. ക്രെഡിറ്റ് സ്കോർ ഇസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് ടു. ഇപ്പോൾ നിങ്ങൾക്ക് പന്ന ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ
very difficult to buy a home in the US. So you have to make sure your credit, over time you're building up the credit. If there's a need, like if people are asking എങ്ങനെയാണ് എൻ്റെ ക്രെഡിറ്റ് കൂട്ടാൻ പറ്റുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാം കമൻറ്റ്സ് വരുവാണെങ്കിൽ I will make a video about it. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ, ഇൻകം, ക്രെഡിറ്റ് സ്കോർ എല്ലാം വെച്ച് ഒരു മോർഗേജ് ബ്രോക്കർ നമുക്കൊരു പേപ്പർ തരും. ഇൻ ദ പേപ്പർ ദേ വിൽ സേ ഓക്കെ യു ആർ പ്രീ അപ്രൂവ്ഡ് ഫോർ എക്സ് എമൗണ്ട് ഓഫ് മണി. അപ്പോൾ വീടിന് ഓഫർ കൊടുക്കുമ്പോൾ ആ ഒരു പ്രീ അപ്രൂവ് പേപ്പർ വെച്ചാണ് നമ്മൾ ഓഫർ കൊടുക്കേണ്ടത്. അപ്പോൾ മോർഗേജ് ബ്രോക്കർ 2-3 ആൾക്കാരോട് സംസാരിക്കണം, ഒരാളോട് മാത്രം സംസാരിക്കരുത്. ഇച്ചിരി സമയമെടുത്ത് നല്ലൊരു മോർഗേജ് ബ്രോക്കറിനെ കണ്ടുപിടിച്ച് അവർ നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരാളുമായിട്ട് മുമ്പോട്ട് പോകാവൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ചിലവരുണ്ടല്ലോ ഇങ്ങനെ നമ്മള് ഒരു വീടൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ചിലർ പറയോ ഇന്ന് എനിക്ക് 2 വീട് കാണാൻ പറ്റില്ല അങ്ങനെ പറയുന്നത്. അങ്ങനെ ആൾക്കാരെ എടുക്കല്ലേ. നമ്മളെ പോലെ തന്നെ നമുക്കൊരു നല്ല വീട് കിട്ടണം എന്ന് ആഗ്രഹമുള്ള ഒരാളെ വേണം എടുക്കാൻ. ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഒരു ബുദ്ധിമുട്ടും കാണല്ലോ, അയ്യോ ഇനി നമ്മളിത് ഈ വീട് അയച്ചു കൊടുത്താൽ അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകും, ജസ്റ്റ് അയച്ചു കൊടുക്കണം എന്നാണെങ്കിലും. അപ്പൊ ആ ഏജന്റ് നമുക്കൊരു വിശ്വാസം വേണോ, ആ ഏജന്റ് ഒന്നും പറയത്തില്ല. ഇപ്പൊ ചില ഏജന്റ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു 10 വീട് കണ്ട് നമ്മളോട് പറയോ ഈ വീട് ഇതെടുത്തു അങ്ങനെ പറയുന്നവര്. ചിലവർ വേറെ സൈഡില് അവർ പറയും നമ്മളോട് തന്നെ, ഓ ഈ വീട് കൊള്ളത്തില്ല, ഇതിന് ഈ കുഴപ്പമുണ്ട്. അങ്ങനെ കുഴപ്പങ്ങൾ നമ്മളോട് പറയുന്ന ഒരു അറിയാവുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ നടത്താൻ പറ്റും. ഇന്റർവ്യൂ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് പറയുക എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു 2-3 വീട് കാണണം. അപ്പോൾ 2-3 വീട് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഈ ഒരാൾ എങ്ങനെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ ഉണ്ട്, നമ്മൾ ഓഫർ കൊടുക്കുമ്പം അവർ നമ്മളെ ഒരു പേപ്പർ സൈൻ ചെയ്യും. ആ സൈൻ ചെയ്യുന്ന പേപ്പർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു വീട് മേടിക്കുവാണെങ്കിൽ ആ ഒരു നമ്മൾ ടൈഡപ്പ് ആവും ഏകദേശം ഒരു ടൈം പീരീഡിനോളം. യു ഹാവ് ടു മേക്ക് ഷുവർ 1-2 വീടുകൾ അവരുമായിട്ട് കണ്ട് കഴിഞ്ഞിട്ടേ ആ ഒരു പേപ്പർ സൈൻ ചെയ്യാവൂ. അപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആളെ മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പറ്റും, പക്ഷേ ഇച്ചിരി തലവേദന പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് നല്ലൊരു മോർഗേജിന്റെ റേറ്റിംഗ് കിട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സെറ്റപ്പാണ് നമ്മൾ വീടുകൾ പോയി കണ്ടിന്യൂസ് ആയിട്ട് കാണുക. കാണുന്ന വീടുകൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല, ചില വീടുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വീടുകൾ ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നും വരും. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ മെന്റലി നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം. ഭയങ്കര ഇഷ്ടം കാണിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് അത് തന്നെ വേണമെന്ന് ആ ഒരു ചിന്തയിലാകരുത്. അങ്ങനെ ആകുന്നവർക്കാണ് എപ്പോഴും ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർ ചോദിക്കുന്ന വില ചിലപ്പം $700,000 ആയിരിക്കും. അപ്പം നമ്മൾ $700,000 ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓഫേഴ്സ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ നമുക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ വേണമെങ്കിൽ പറയും ഓക്കെ ഞാൻ ഐ വിൽ ഗിവ് യു $710,000. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണൽ $10,000 കയ്യിൽ നിന്ന് പോകുന്നവരോ നമ്മുടെ ഇമോഷൻ ആ ഒരു വീടുമായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കുറെ അങ്ങനത്തെ അഡീഷണൽ എക്സ്പെൻസസ് വരും. കുറെ വീടുകൾ കാണുക, കുറെ ഓഫേഴ്സ് കൊടുക്കുക. ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ പോയി വീട് കാണണം, എങ്ങനെയുണ്ട് ആ വീടെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോകാവൂ. ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻ ചില സമയത്ത് നമ്മൾ അവർ ചോദിക്കുന്ന പ്രൈസിനെക്കാട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താ പറ്റുന്നത് വെച്ചാൽ ഇപ്പം മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി ഹൈ ആണ്, ഇപ്പം ഏകദേശം 7% ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റ് കുറെ ആൾക്കാർ ബിഡ് ചെയ്യുന്നില്ല ഓപ്പൺ വീടുകൾക്ക്, അൺലെസ് ഇറ്റ്സ് ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വീട് അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ബിഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ല. ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ളപ്പം ബിഡ് ചെയ്യാൻ കുറെ ആൾക്കാർ കാണും. മീനിങ് ലൈക്ക് ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു 5 പേരായിരിക്കും ദേ വാണ്ട് ബൈ ദ ഹോം, റൈറ്റ്? സോ ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് കുറെ ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇച്ചിരിയും കൂടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചാടി പിടിച്ച് പറയുന്ന പ്രൈസിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് ഇറ്റ്സ് നോട്ട് സ്മാർട്ട്. നമ്മൾ എപ്പോഴും അവർ ചോദിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറഞ്ഞുള്ളൊരു ഓഫർ കൊടുക്കുക. അവരത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലത്, നമുക്ക് നേട്ടം ഇച്ചിരി കൂടെ പൈസ കുറവായിട്ട് കിട്ടുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീട് കിട്ടി, ആ വീടിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോം ഇൻസ്പെക്ഷൻ. ഒരു കാരണവശാലും ഹോം ഇൻസ്പെക്ഷൻ ചെയ്യാതെ ഒരു വീട് മേടിക്കരുത്, ഒരു കാരണവശാലും. ചില സമയത്ത് അവരിങ്ങനെ അസിസ് എന്ന് പറഞ്ഞായിരിക്കും വീട് ചിലപ്പോൾ വെക്കുന്നത്, അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അസിസിന്റെ അർത്ഥം മിക്കവാറും എന്തെങ്കിലും മേജർ പണി നിങ്ങൾക്ക് പിന്നെ ഇവഞ്ച്വലി. അപ്പോൾ ഹോം ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആ ചെയ്യുന്ന ഇൻസ്പെക്ടറിന് നല്ല റിവ്യൂ ഉണ്ടോ എന്ന് നോക്കണം. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാത്ത കുറെ കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റും. വെദർ ഇഫ് ഇറ്റ്സ് ലൈക്ക് ഇലക്ട്രോണിക്, പ്ലംബിംഗ്, HVAC എല്ലാം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു ഹോം ഇൻസ്പെക്ടറിനെ കണ്ടുപിടിക്കുക. ഹോം ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും മേജർ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു
ഇൻഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങൾ കൊടുത്ത ഓഫർ ഇച്ചിരി കൂടെ പൈസ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മേടിക്കുന്ന വീടിന്റെ പൈസ കുറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ നിങ്ങൾ ഇത് ഫിക്സ് ചെയ്യണം, അതായത് ഇതിന്റെ കറന്റ് ഓണർ ഇത് ഫിക്സ് ചെയ്യണം. ഹോം ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫർണിച്ചർ ഷോപ്പിങ്ങിന് പോകുന്നത്. അത് വലിയൊരു തലവേദന പിടിച്ച പരിപാടിയാണ്. മാക്സിമം നിങ്ങൾ നോക്കേണ്ടത് ഒരു സ്ഥലത്തു നിന്ന് എല്ലാം മേടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇച്ചിരി പൈസ കൂടുതലാണെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കണ്ടതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് മേടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡെലിവറി ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട, എല്ലാം ഒരു ദിവസം അവർ കൊണ്ട് സെറ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾ ചെയ്യണം പ്രഷർ വാഷിംഗ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് കാണുമായിരിക്കും, വെരി ലൈക്ലി പെയിന്റിങ് അല്ലെ ടച്ചപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും. പിന്നെ നിങ്ങൾ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. അതായത് ബ്രാൻഡ് ന്യൂ വീട് അല്ലെങ്കിൽ ഒരാൾ നിന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഒരാളെ ഹയർ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറെ എക്സ്പെൻസുകൾ നമ്മൾ വീട് മേടിച്ച് കഴിഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 20% മാത്രമല്ല പ്ലസ് കുറച്ചും കൂടെ പൈസ നിങ്ങളുടെ കാണണം. ആ ഒരു എക്സ്പെൻസ് വരുമ്പോൾ പേ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയ ഈ ഫൈനാൻസിനകത്ത് പറയാൻ പറ്റുന്നത്, നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 20% പ്ലസ് ഒരു 2-3% ക്ലോസിംഗ് കോസ്റ്റ് ഉണ്ട്. അതും നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. That's why it's very important to have at least 30% reserved, saved in your bank account. പിന്നെ plus or 10% പ്ലസ് ഫ്യൂച്ചർ എന്തെങ്കിലും ഇത് വന്നാൽ പ്ലസ് 10% മാക്സിമം നിങ്ങളുടെ പൈസ സേവ് ചെയ്യുക, അത്രയും പറ്റുക. നിങ്ങൾക്ക് അനാവശ്യമായിട്ടൊരു വലിയൊരു വീട് മേടിച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് മേടിക്കാതിരിക്കുക. നിങ്ങൾ ആൾക്കാരെ ബോധിപ്പിക്കുന്ന മേ ബി ഒരു ദിവസം 2 ദിവസം അവർ വന്ന് കണ്ടുപോകും. പക്ഷെ നിങ്ങളാണ് ഇതിന്റെ എക്സ്പെൻസുകളെല്ലാം കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം നിങ്ങൾക്ക് ഇത് പേ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ വീട് മേടിക്കരുതെന്ന് ഞാൻ പറയാം. ഹോപ്പ്ഫുള്ളി എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ഇടുക. ആൻഡ് വീട് മേടിക്കുന്നത് ചെറിയൊരു കാര്യമല്ല, അമേരിക്കൻ ഡ്രീമാണ്. അമേരിക്കയിൽ വരുമ്പോൾ ഏറ്റവും വലിയൊരു ഡ്രീമാണ് എനിക്ക് എന്റെ പേരിലൊരു വീട് വേണം. ഐ എം വിഷിംഗ് യു ഹാവ് ദ സെയിം ഓപ്പർച്യൂണിറ്റി ടു ബൈ ദാറ്റ് ഹോം. അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം ബൈ.